കാസർഗോഡ് കുണ്ടംകുഴിയിൽ 10ാം ക്ലാസ്സുകാരന്റെ കർണപുടം അടിച്ചു തകർത്ത പ്രധാനാധ്യാപകനെതിരെ കേസ്. ബേഡകം പോലീസാണ് എം അശോകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ബാലാവകാശ കമ്മീഷൻ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തു. മർദ്ദനമേറ്റ 10ാം ക്ലാസ്സുകാരന്റെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് ബേഡകം പോലീസിന്റെ നടപടി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനായ എം അശോകനെതിരെ പോലീസ് കേസെടുത്തത്. മെഡിക്കൽ റിപ്പോർട്ടും സാക്ഷിമൊഴികളും പരിശോധിച്ച ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തത്. കേസെടുത്തതിനു പിന്നാലെ പ്രധാന അധ്യാപകൻ ഒളിവിലാണെന്നാണ് വിവരം. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തു. ആദ്യം വീട്ടിലെത്തി അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം സ്കൂളിലെത്തി കുട്ടിയുടെയും സഹപാഠിയുടെയും മൊഴിയെടുത്തു. സംഭവം ഗൗരവത്തോടെ കാണുന്നുവെന്നും കുട്ടിയുടെ ചികിത്സാ ചെലവ് വഹിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനും ആരോഗ്യ വകുപ്പിനും നിർദ്ദേശം നൽകിയതായും ബാലാവകാശ കമ്മീഷൻ അംഗം B. മോഹൻകുമാർ അറിയിച്ചു. എന്തായാലും ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ നിയമസഹായവും അതോടൊപ്പം തന്നെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിനോടും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനോടും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷൻ നൽകുന്നതാണ്. കുട്ടിക്ക് യാതൊരു വിധത്തിൽ പ്രയാസങ്ങളും തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകാതെ ആവശ്യമായ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കർശനമായിട്ട് നിർദ്ദേശം കമ്മീഷൻ നൽകുകയാണ്. കുട്ടികൾക്കെതിരായ അതിക്രമം വച്ചുറപ്പിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. ന്യൂസ് മലയാളം, കാസർഗോഡ്.